ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ലീസ്. ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജിൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസ് ആണ്. സൈഫൈ മിസ്റ്ററി സീരീസ് വിഭാഗത്തിൽ പെടുന്ന ഈ ഒരു സീരീസിന് 8.1 IMDb റേറ്റും ഉണ്ട്. ഈ സീരീസിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് ഇപ്പോഴേ പറഞ്ഞുകൊണ്ട് സസ്പെൻസ് കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അതേ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സീരീസിൽ എന്താണുള്ളതെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു ഇതിവൃത്തം ഷോർട്ട് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. പാട്രിക് സ്പ്രിംഗ് എന്ന വളരെ ധനികനായിട്ടുള്ള വ്യക്തി തന്റെ മരണവും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യം ഏത് സമയത്ത് നടക്കും എന്ന് പോലും മനസ്സിലാക്കി അതിനെക്കുറിച്ചൊക്കെ താൻ മരിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കുന്നതിന് വേണ്ടി ആ ഉത്തരവാദിത്തം ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കുന്നു. ആ ഡിറ്റക്റ്റീവിന്റെ പേരാണ് ഡെറിക് ജെൻലി. ഒരു സാധാരണ ഡിറ്റക്റ്റീവിൽ നിന്ന് വ്യത്യസ്തനാണ് ഡെറിക് ജെൻലി. കാരണം അദ്ദേഹം ഒരു കേസ് വെറുതെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കണ്ടുപിടിക്കും. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അവരെ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആകാംക്ഷ ഉണർത്തുന്ന തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സീരീസിലുള്ളതെന്ന് നമുക്ക് നോക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഡെറിക് ജെൻലി ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ അത് ഡെറിക് ജെൻലി ആണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ നേരത്തെ ഈ സീരീസ് കണ്ടതുകൊണ്ടാണ്. പെട്ടെന്ന് ഒരു കോള് വരുമ്പോഴാണ് ഞെട്ടി ഉണർന്ന് അവൻ അത് അറ്റൻഡ് ചെയ്യുന്നത്. മറുപുറത്ത് നിന്ന് ഘനഗാംഭീര്യത്തോടെയുള്ള ഒരു ശബ്ദമാണ് അവനോട് സംസാരിക്കുന്നത്. നീ ഇതുവരെയും പുറപ്പെട്ടില്ലേ, സമയമായി എന്നാണ് മറുപുറത്ത് നിന്ന് ആ വ്യക്തി സംസാരിക്കുന്നത്. ഉടനെ തന്നെ വളരെ ഫണ്ണി ആയിട്ട് തപ്പിത്തടഞ്ഞ് അവൻ അതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും എഴുന്നേറ്റതാണ്, ഞാൻ ദേ അടുത്ത് എത്താറേ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വാസ്തവത്തിൽ അവൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്രൈം സീനാണ്. ആളുകളുടെ കയ്യും കാലും അവയവങ്ങളും ഒക്കെ തീർച്ച് പല സ്ഥലങ്ങളിലായി ചോരയിൽ കുളിച്ച് കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ മരിച്ചവരുടെ കൂട്ടത്തിൽ പാട്രിക് സ്പ്രിങ്ങും ഉണ്ട്. അവിടേക്ക് ഒരു കറുത്ത പൂച്ച കടന്നു വരുമ്പോൾ അതിനെ മറ്റൊരു വ്യക്തി കയ്യിലെടുക്കുന്നതായും കാണിക്കുന്നു. ഈ കറുത്ത പൂച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്, അതിനെ ഓർത്തു വെക്കുക. ആ പൂച്ചയെ കയ്യിലെടുക്കുന്ന വ്യക്തിയെയും കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ നായകനായ ടോഡിനെയാണ്. തന്റെ കാറ് തല്ലിപ്പൊളിക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി ഉണരുന്നത്. ഉടനെ തന്നെ ഡോറിയൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് ആ വ്യക്തിയെ ടോഡ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് ഡോറിയൻ എന്നാണ്. വളരെ കോപത്തോടെയായിരുന്നു ഡോറിയൻ ടോഡിന്റെ കാറ് തല്ലി പൊളിച്ചുകൊണ്ടിരുന്നത്. കാരണം ടോഡ് ഡോറിയന് കുറച്ച് പണം കൊടുക്കാനുണ്ട്. അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് കാർ ഇങ്ങനെ തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുന്ന ടോഡിന്റെ മുഖം കണ്ടു കഴിയുമ്പോൾ ഡോറിയൻ നമ്മുടെ സലീം കുമാർ സാർ പറയുന്ന ഡയലോഗിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് ഇവിടെ പറയുന്നുണ്ട്. എന്താടാ, നിനക്ക് പോലീസിൽ കേസ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? കൊടുക്കടാ, ഒന്ന് കൊടുത്തു നോക്കടാ. അതിനുശേഷം വളരെ വിഷമത്തോടു കൂടി ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന ടോഡിനെ കാണിക്കുന്നു. ഇതേ സമയം തന്നെ തന്റെ സഹോദരിയുടെ ഒരുപാട് മിസ് കോളുകളും ഫോണിൽ കാണുന്നുണ്ട്. സഹോദരിയുടെ പേര് അമാൻഡ എന്നാണ്. ഇതേ സമയം തന്നെ ടിവിയിൽ മറ്റൊരു ന്യൂസ് കൂടി കാണുന്നുണ്ട്. പാട്രിക്കിന്റെ മകളായിട്ടുള്ള ലിഡിയ സ്പ്രിങ്ങിനെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ്. ഇത് ടോഡ് ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിനുശേഷം ബസ്സിൽ കയറി ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും അവൻ നല്ല വിഷമത്തിൽ തന്നെയാണ്. അവൻ ഒരു ഹോട്ടലിൽ ആളുകളുടെ ലഗേജ് ഒക്കെ എടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ ബസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്താണ് യജമാനൻ ഇല്ലാതെ ഒരു പട്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പട്ടിയെയും നിങ്ങൾ ഓർത്തു വെക്കുക. അതിനുശേഷം ടോഡ് തന്റെ ഹോട്ടലിൽ എത്തി അവിടുത്തെ മാനേജറിനോട് തന്റെ ക്യാഷ് കുറച്ച് നേരത്തെ തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാനേജർ അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ ടോഡ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്നാൽ പ്രശ്നമൊന്നുമില്ല, കാശ് കിട്ടിയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ 2 ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നു. ഒന്നാമതായിട്ട് 7ാമത്തെ നിലയിൽ ഒരു സ്ത്രീ കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അത് പോയി അന്വേഷിക്കാൻ പറയുന്നു. അതിനുശേഷം പെന്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം 2 മണി മുതൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ബോർഡ് വെച്ചിരിക്കുകയാണ്, അത് എന്താണെന്ന് പോയി അന്വേഷിക്കാൻ കൂടി പറയുന്നു. അതിനുശേഷം മാനേജർ ടോഡിനോട് അവന്റെ കയ്യിൽ മാസ്റ്റർ കീ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ടോഡ് പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. ടോഡ് പറയുകയാണ്, അത് ഞാൻ എവിടെയോ വെച്ച് മറന്നുപോയെന്നാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാനേജറിന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു മാസ്റ്റർ കീ കൊടുക്കുന്നു. ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം, കാരണം പല സ്ഥലങ്ങളിലായിട്ട് ഈ മാസ്റ്റർ കീ മറന്നു പോകുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്.
കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിൽ തന്നെയാണ് കുടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആ സ്ത്രീയുടെ ഫ്ളാറ്റിലേക്ക് അവൻ പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതായും കാണിക്കുന്നു. അയാൾക്ക് ഈ സീരീസ് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഈ സ്ത്രീക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സീസണുകളിൽ ഈ സ്ത്രീയെ പറ്റി കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് വിഷമത്തിലായതുകൊണ്ടായിരിക്കാം ടോഡിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ആ സ്ത്രീ തന്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം തന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കി കുറച്ചു നേരം അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് ടോഡ് അവിടെ നിന്ന് പെന്റ് ഹൗസിലേക്ക് പോകുന്നു. പെന്റ് ഹൗസിൽ പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറി കഴിയുമ്പോൾ സഹോദരിയുടെ കോൾ വരുന്നു. അത് ഉടനെ അറ്റൻഡ് ചെയ്ത് അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചതല്ല, പറഞ്ഞ തുക എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല, പെട്ടെന്ന് കുറെ പ്രശ്നങ്ങൾ വന്നു, പ്രതീക്ഷിക്കാത്ത കുറെ പ്രശ്നങ്ങൾ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അതിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ലിഫ്റ്റിന് പുറത്തു നിന്ന് രണ്ടുപേരുടെ ശബ്ദം കേൾക്കുന്നു. നീ എന്നോട് നുണ പറഞ്ഞു, അതിന്റെ ഫലമായിട്ട് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പ്രശ്നത്തിലാകാൻ പോവുകയാണ്. അപ്പോഴേക്കും ടോഡിന്റെ ലിഫ്റ്റ് തുറന്നു വരികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ടോഡ് കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് ടോഡും നമ്മളും അടക്കം എല്ലാവരും ഒന്ന് ഞെട്ടുന്നത്. കാരണം ആ തിരിഞ്ഞു നോക്കിയതും ടോഡിന്റെ മുഖമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ടോഡിനെ കണ്ട പാടെ മറ്റേ വ്യക്തിയെയും കൂടി ആ വ്യക്തി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട് ആരും തല പോഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സീരീസിന്റെ അവസാനമാകുമ്പോഴേക്കും എല്ലാത്തിനുമുള്ള ഉത്തരം നമുക്ക് കിട്ടും. എങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുന്ന തരത്തിൽ ചിന്തിക്കാവുന്നതാണ്. ആ ഒരു ഷോക്കോട് കൂടി തന്നെയാണ് അവൻ പെന്റ് ഹൗസിലേക്ക് പോകുന്നത്. അതിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ അവനൊരു ലോട്ടറി കിട്ടുന്നു. പാതി നശിഞ്ഞ നിലയിലുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു അതെങ്കിലും അവൻ അത് പോക്കറ്റിൽ കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന മാസ്റ്റർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു കഴിയുമ്പോഴായിരുന്നു അടുത്ത ഷോക്ക്. ഈ സീരീസിന്റെ തുടക്കത്തിൽ കണ്ട ക്രൈം സീൻ ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ ആ ഒരു ക്രൈം സീനിലേക്ക് ഡിറ്റക്റ്റീവ് എസ്തേവും സിമ്മർഫീൽഡും വരുന്നതാണ് കാണിക്കുന്നത്. യങ് ആയിട്ടുള്ള വ്യക്തിയാണ് ഡിറ്റക്റ്റീവ് എസ്തേവ്, മറ്റേ വ്യക്തി സിമ്മർഫീൽഡ്. ക്രൈം സീൻ നിരീക്ഷിച്ച അവർക്ക് പോലും എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതേപോലത്തെ ഒരു കേസ് അവർ ഒരിക്കലും തന്നെ അന്വേഷിച്ചിട്ടുണ്ടാകില്ല. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഏതോ ഒരു വന്യമൃഗത്തിന്റെ ആക്രമണമാണെന്ന് എല്ലാവർക്കും തോന്നുകയുള്ളൂ. കാരണം ആ മുറിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഷാർക്ക് കടിച്ച പോലത്തെയുള്ള പാടുകൾ ഉണ്ടായിരുന്നു. സോഫയും മറ്റുമാകട്ടെ കത്തിക്കരിഞ്ഞ നിലയിൽ വലിയ ഒരു തീ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ പോലെ. അതുമാത്രമല്ല വളരെ വിചിത്രകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോരയിൽ കുളിച്ച ഫുട് പ്രിന്റ് അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് മനുഷ്യന്റേതിന് സമാനമായിട്ടുള്ള കൈയിന്റെ പ്രിന്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൈ കുത്തി നടക്കുന്നത് പോലെയുള്ള പ്രിന്റുകൾ. അതിനുശേഷം അതിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ടോഡിനെ അവർ ചോദ്യം ചെയ്യുന്നു. ടോഡിനെ സംശയമുള്ളവരെ പോലെയാണ് ആദ്യം അവർ ചോദ്യം ചെയ്തത്. കാരണം അവിടുത്തെ മാനേജറിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു ടോഡിന്റെ മാസ്റ്റർ കാർഡ് മിസ്സിംഗ് ആയിരുന്നു എന്ന്. അത് മാത്രമല്ല അവൻ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു പെന്റ് ഹൗസിൽ എത്തിയത്. അതിനുശേഷം ആ ഡിറ്റക്റ്റീവ്സ് ടോഡിന് കാണിച്ചു കൊടുക്കുന്ന പുറത്തെ CCTVയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളിൽ മുഖംമൂടി ധരിച്ച ഒരു വ്യക്തി ടോഡിന്റേത് എന്ന് സംശയിക്കുന്ന ഒരു മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചാണ് അകത്തേക്ക് കയറുന്നത്. അത് ടോഡിന്റേതാണോ എന്ന് അവർ ചോദിച്ചു കഴിയുമ്പോൾ ടോഡ് പറയുന്നത് അത് തന്റേതായിരിക്കില്ല എന്നാണ്. ടോഡിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ടോഡ് ആയിരിക്കില്ല ഇത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ടോഡിനെ അവർ സംശയത്തിന്റെ നിഴലിൽ തന്നെ വെക്കുന്നു. അത് മാത്രമല്ല ഈ കേസ് കഴിയുന്നത് വരെയും സിറ്റി വിട്ട് പോകരുത് എന്ന് അവനോട് കർശനമായിട്ട് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം മാനേജറിന്റെ കൂടെ ടോഡ് പോകുന്ന സമയത്ത് മാനേജർ ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആനിമലിനെയോ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന്. എന്നാൽ താൻ അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല എന്ന് ടോഡ് പറയുന്നു. ഉടനെ തന്നെ മാനേജർ അവനെ ഫയറും ചെയ്യുന്നുണ്ട്. അവൻ ആ ഒരു കേസിന്റെ ദൃക്സാക്ഷിയാണ്, ആ കേസിൽ ഇൻവോൾവ് ആയി എന്നാണ് റീസൺ ആയിട്ട് പറയുന്നത്. സത്യത്തിൽ ആ മാനേജർ തന്നെ പറഞ്ഞിട്ടാണ് അവൻ അങ്ങോട്ട് പോയത്. കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ആ മാനേജർ തിരിച്ചെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അവന് കൊടുക്കാനുള്ള പണം പോലും ഇതേ സമയം കിട്ടുന്നില്ല. സഹോദരിയോടാണെങ്കിൽ അവൻ കാശ് എത്തിക്കാമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആയി കഴിയുമ്പോൾ അവൻ ആകെ തകർന്നു പോവുകയാണ്. അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം വളരെ വിഷമത്തോടെ ബസ്സിൽ തിരികെ വീട്ടിൽ പോകുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അവന് നേരത്തെ പെന്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ച് കിട്ടിയ ലോട്ടറി ടിക്കറ്റ് എടുത്ത് നോക്കുന്നു. അത് മാത്രമല്ല രാവിലെ പോയ സമയത്ത് അവൻ കണ്ട അതേ നായ ഇപ്പോഴും യജമാനില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായി അവൻ കാണുന്നു. ഇതേ സമയം വളരെ സംശയാസ്പദമായിട്ടാണ് അവൻ ആ നായയെ നോക്കുന്നത്. അതിനുശേഷം അവൻ അവന്റെ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ജനലിലൂടെ ഒരു വ്യക്തി ഒളിച്ച് അവന്റെ മുറിയിലേക്ക് കയറുന്നു. അത് വേറെ ആരുമല്ല, ഡിറ്റക്റ്റീവ് ഡെറിക് തന്നെയാണ്. അത് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ടോഡ് ഒരു മയവുമില്ലാതെ അവനെ ആക്രമിക്കുന്നു. എന്നാൽ ഇതിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ഡെറിക്കിനെ അത് അധികം ഒന്നും ഏൽക്കുന്നില്ല. ഒന്നാമത്തെ വളരെ നിരാശയിലായിരുന്ന ടോഡ് ഇത് കൂടി കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാവുന്നുണ്ട്.
ഉടനെ തന്നെ ഡെറിക്കിനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പോലും പറയുന്നു. എന്നിട്ടും ഡെറിക്ക് അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ വേറെ പല കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ടോക്കേറ്റീവ് ആയിട്ടുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഡെറിക്കിൻ്റെത്. അതിനുശേഷം നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ടോഡ് ചോദിച്ചു കഴിയുമ്പോഴും ഡെറിക്ക് താൻ ആരാണെന്ന് പറയുന്നില്ല. അവനെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ വന്നതാണ്, ഒരു ക്ലൂവിന് വേണ്ടി വന്നതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡെറിക്ക് ഇതേ സമയം പറയുന്നത്. എങ്കിലും അവസാനം ഡെറിക്ക് തന്നെ തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ടോഡിനെ തന്റെ അസിസ്റ്റന്റ് ആയി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ റെസ്റ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ സോഫയിൽ കിടക്കാനിരിക്കുന്നു. എന്നാൽ ദേഷ്യത്തിലായിരുന്ന ടോഡ് അവനെ അവിടുന്ന് ആട്ടി പുറത്തിറക്കുകയാണ്. പിന്നീട് വീണ്ടും കഥകിൽ മുട്ടി ശല്യം ചെയ്യാനൊന്നും നിന്നില്ല, ഡെറിക്ക് അവിടുന്ന് പോകുന്നു. ഡെറിക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് മിലിറ്ററിയിലുള്ള 2 പേർ ഡെറിക്കിനെ നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഡെറിക്കിനെ നിരീക്ഷിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ഇവരുടെ 2 പേരുടെയും പേരുകൾ മനസ്സിലാക്കാം. പ്രായമുള്ള ഈ വ്യക്തിയുടെ പേര് കേണൽ സ്കോട്ട്, മറ്റേ വ്യക്തിയുടെ പേര് സർജൻ ഹ്യൂഗോ. എല്ലായിടങ്ങളിലും പേരുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് കേണൽ, സർജന്റ് എന്നിങ്ങനെ വിളിക്കാം. പട്ടാളക്കാർ ചെവിട്ടിൽ വെക്കുന്ന ആ ഒരു വസ്തു സർജന്റ് ചെവിട്ടിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേണൽ പറയുന്നതൊന്നും വ്യക്തമായിട്ട് സർജന്റിന് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ഒന്നാമത്തെ ഈ സർജന്റ് ഒരു ഇഡിയറ്റ് ആണ്, പറയുന്നത് കേൾക്കുന്നില്ല എന്ന് കൂടി വരികയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. അവന്റെ കയ്യിൽ ഒരു സ്നൈപ്പർ ഉണ്ട്. ഡെറിക്ക് പോയി കഴിയുമ്പോൾ അവൻ എയിം ചെയ്തിരിക്കുന്നത് ടോഡിനെയാണ്. കേണല് ഷൂട്ട് ചെയ്യാനൊന്നും പറഞ്ഞിരുന്നില്ല, പക്ഷെ അതിനു മുമ്പേ സർജന്റ് അതൊന്നും കേൾക്കാതെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ടോഡാകട്ടെ എന്തോ എടുക്കാൻ കുനിയുന്നു. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് അവന്റെ ശരീരത്തിൽ കൊള്ളുന്നില്ല, മറിച്ച് പവർഫുൾ ആയിട്ടുള്ള ആ ബുള്ളറ്റ് മുകളിലത്തെ സീലിംഗും തകർത്ത് മുകളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തറച്ചു കയറുകയും ആ വ്യക്തി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോവുകയും ചെയ്യുന്നു. പ്രത്യേക തരത്തിലുള്ള വസ്ത്രവും ടാറ്റുവും ഒക്കെ അടിച്ചിരുന്ന ആ വ്യക്തിയാകട്ടെ ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ കഥയിലെ നായികയായിട്ടുള്ള ഫാറ ബ്ലാക്കിനെ ബന്ധനസ്ഥതയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ വ്യക്തി. അയാൾ മരിച്ചത് കൊണ്ട് തന്നെ ഫാറ ബ്ലാക്കിനെ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാം. എങ്ങനെയാണ് ഫാറ അവിടെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാകും. ക്ഷമിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നേരത്തെ ടോഡ് എന്തോ എടുക്കാൻ കുനിഞ്ഞപ്പോഴാണ് സർജന്റിന്റെ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു സംഭവം വേറൊന്നുമല്ല, ഡെറിക്കിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ടോയ് ആണ്. ആ ടോയ് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് സീസൺ ആയി കഴിയുമ്പോൾ. അതുകൊണ്ട് ആ ടോയിയെയും നിങ്ങൾ ഓർത്തു വെക്കുക. അതിനുശേഷം മിലിറ്ററിക്കാർ 2 പേരും അവരുടെ കാറിൽ ഡെറിക്കിനെ ഫോളോ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഡിറ്റക്റ്റീവ് എസ്തേവും സിമ്മർഫീൽഡും കണ്ടിരുന്നു. അവരുടെ കാർ ഉപയോഗിച്ച് അവർ മിലിറ്ററിയിൽ നിന്ന് വന്നതാണ് ഡിറ്റക്റ്റീവ്സിന് മനസ്സിലാകുന്നു. ടോഡിനെ കണ്ടുമുട്ടിയ ഡെറിക്ക് ആരാണെന്ന് അവർക്കറിയില്ല. അത് മാത്രമല്ല, ഡെറിക്കിനെ എന്താണ് ഈ മിലിറ്ററിക്കാർ ഇപ്പോൾ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടി തന്റെ കയ്യിലുള്ള ചങ്ങലകളൊക്കെ തകർത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഫാറയെ കാണിക്കുന്നു. അതിനുശേഷം തന്റെ സഹോദരി അമാൻഡയോട് സംസാരിക്കുന്ന ടോഡിനെ കാണിക്കുന്നു. ഒരു പ്രത്യേകതരം അസുഖത്തെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അതായത് അമാൻഡയ്ക്ക് ഒരു അസുഖമുണ്ട്. ഈ അസുഖത്തിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് മാത്രം ഞാൻ പറയാം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നും. അത് മാത്രമല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുക കൂടി ചെയ്യുന്നു. വെറുതെ ഇങ്ങനെ ഈ അസുഖത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തീവ്രത മനസ്സിലാകില്ല. കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ മനസ്സിലാകും ഈ അസുഖത്തിന്റെ തീവ്രത എത്രമാത്രമായിരിക്കുമെന്ന്. ടോഡ് എങ്ങനെയാണ് ആ അസുഖം ഉണ്ടായിരുന്നപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. അതായത് ടോഡിനും ഈ അസുഖം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ടോഡിന് അതിന് പെട്ടെന്ന് ഒരു ഉത്തരവൊന്നും പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും അമാൻഡ പറയുകയാണ്, ഞാൻ ഇതിനെയൊക്കെ അതിജീവിക്കും, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ടോഡാട്ടെ ഇതേ സമയം അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. പണം അപ്പോൾ റെഡി ആയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇതുവരെയും റെഡി ആയിട്ടില്ല, പക്ഷെ അതിനുള്ള ഒരു മാർഗം താൻ കണ്ടുപിടിച്ചോളാം എന്ന് അവൻ പറയുന്നു. പിന്നെ തന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഏതോ ഒരു മെഷീൻ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കെൻ എന്ന യുവാവിനെയാണ് കാണിക്കുന്നത്. അവൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സീരീസിന്റെ അവസാനം വരെയും കാത്തിരിക്കണം. അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഫാറയെ നേരത്തെ ബന്ധനസ്ഥതയിലാക്കിയിരുന്ന വ്യക്തിയെ പോലത്തെ അതേ വ്യക്തിയാണ്. അതേ തരത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, അതേ തരത്തിലുള്ള ടാറ്റു അടിച്ചിരിക്കുന്നു. താൻ ഇതേവരെയും ഇതേപോലത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം വേണമെന്ന് കെന്ന് ആ വ്യക്തിയോട് പറയുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു സ്ത്രീ അങ്ങോട്ട് വരുന്നു. ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക് ആദ്യമേ തന്നെ ആ ടാറ്റു അടിച്ച വ്യക്തിയുടെ മുഖത്തൊടിക്കുന്നു. പിന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ഒരു കത്തി ഉപയോഗിച്ച് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വളരെ ക്രൂരമായിട്ടാണ് ടാറ്റു അടിച്ച ആ വ്യക്തിയെ അവൾ കൊല്ലുന്നത്. ബാർട്ട് എന്ന് പേരുള്ള ഈ ക്യാരക്ടറിന്റെ കുറച്ച് സീനുകളാണ് എന്നെ ഈ സീരീസ് കാണാൻ ആദ്യം പ്രേരിപ്പിച്ചത്. ബാർട്ടിന്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും. അതിനുശേഷം ബാർട്ട് കെന്നിനെ കൊല്ലുന്നതിന് വേണ്ടി കെന്നിന്റെ അടുത്തേക്കും ഓടി വരുന്നു. എന്നാൽ അവൾ പകുതി എത്തുമ്പോഴേക്കും കെൻ അവളെ കാണുന്നു.
രക്തത്തിൽ കുളിച്ച് ആയുധവുമായി പാഞ്ഞ് തന്റെ അടുത്തേക്ക് വരുന്ന അവളെ കാണുമ്പോൾ തന്നെ കെൻ പേടിച്ചോടുകയാണ്. ഓടി ഓടി രണ്ടുപേരും തളർന്നു കഴിയുമ്പോഴാണ് ബാർട്ടിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. താൻ കൊല്ലുവാൻ വന്ന ഡെറിക് ജെൻലി അല്ല അത്. പിന്നെ എന്തിനാണ് തന്നെ കണ്ടപ്പോൾ ഓടിയതെന്ന് ചോദിച്ചപ്പോൾ കെൻ പറയുകയാണ്, ഈ ഒരു രൂപവും ആയുധവും കണ്ടാൽ പിന്നെ ആരാണ് ഓടാത്തത്. ഈ ബാർട്ടിന് ചില പ്രത്യേക കഴിവുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാകും. ബാർട്ട് ഒരു അസാസിനാണ്. ഡെറിക്കിനും ബാർട്ടിനും ഒരുപാട് സാമ്യതകളുണ്ട്. അസാസിനായിട്ടുള്ള ബാർട്ട് ആളുകളെ കൊല്ലുന്നത് ആരും പറഞ്ഞിട്ടല്ല. ആരെയൊക്കെയാണ് കൊല്ലേണ്ടതെന്ന് അവളുടെ മനസ്സ് തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ആ ഒരു ഉൾപ്രേരണയാൽ തന്നെയാണ് ഡെറിക് ജെൻലിയെയും ഇപ്പോൾ കൊല്ലാൻ നടക്കുന്നത്. ഇതേ രീതിയിലുള്ള ഒരു കഴിവ് തന്നെ ഡിറ്റക്റ്റീവ് ഡെറിക്കിനും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ കാണിക്കുന്നത് ഒരു ഗിറ്റാറുമായിട്ട് തന്റെ സഹോദരിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ടോഡിനെയാണ്. അപ്പോഴേക്കും ഡെറിക്കും അവിടെ എത്തി ടോഡിനെ ഫോളോ ചെയ്യുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ടോഡിനെ അവനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ല. ടോഡിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡെറിക് അവനെ ഫോളോ ചെയ്യുന്നത്. അവന്റെ ജോലി നഷ്ടമായതും അവൻ ആ ഒരു കേസിന് ദൃക്സാക്ഷിയായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടോഡ് തന്റെ സഹോദരിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് അറിയുമ്പോൾ ഡെറിക് പറയുകയാണ്, എന്തൊക്കെ വന്നാലും നിന്റെ കാറ് നശിഞ്ഞിരിക്കുകയല്ലേ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ അവനെ ഒഴിവാക്കി ടോഡ് മുന്നോട്ട് നടക്കുന്നു. അപ്പോഴാണ് കാശിന് വേണ്ടി ഡോറിയൻ അങ്ങോട്ട് വരുന്നത്. വേറെ നിവർത്തിയില്ലാതെ ഡെറിക്കിന്റെ കാറിൽ കയറുകയാണ് ടോഡ്. ഞാൻ കരുതിയത് ഡോറിയൻ ഓടി വന്ന് ഡെറിക്കിന്റെയും കാറ് തല്ലി തകർക്കുമെന്നാണ്. പക്ഷെ വളരെ സൗമ്യമായിട്ടാണ് ഡെറിക്കിനോട് ഡോറിയൻ സംസാരിക്കുന്നത്. കാശുമായി അല്ലാതെ ടോഡിനെ തിരിച്ചു വരാൻ അനുവദിക്കരുതെന്ന് ഡോറിയൻ ഡെറിക്കിനോട് പറയുന്നു. ഡിറ്റക്റ്റീവ് എസ്തേവിനെയും സിമ്മർഫീൽഡിനെയും നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ വലിയൊരു വൈദ്യുതാഘാതം ഏറ്റിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, മിസ്സിംഗ് ആയിട്ടുള്ള ഫാറയെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കഥയിലെ നായിക, നേരത്തെ ബന്ധനസ്ഥതയിലായിരിക്കുന്ന അവൾ തന്നെ. ഫാറയെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല, മരിച്ചുപോയ പാട്രിക്കിന്റെ ബോഡി ഗാർഡ് ആയിരുന്നു ഫാറ. അത് മാത്രമല്ല, പാട്രിക് സ്പ്രിങ്ങിന്റെ മകളായിട്ടുള്ള ലിദിയ സ്പ്രിങ്ങിന്റെ മിസ്സിംഗ് കേസിനെ കുറിച്ചും ഇവർ സംസാരിക്കുന്നുണ്ട്. പാട്രിക് സ്പ്രിങ്ങിന്റെ മരണവും ലിദിയ സ്പ്രിങ്ങിന്റെ മിസ്സിംഗും ഒക്കെ കണക്റ്റഡ് ആണ്. ഇതൊക്കെ കോയിൻസിഡൻസ് അല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, സംഭവ സ്ഥലത്തുണ്ടായ കറുത്ത പൂച്ചയെ കുറിച്ചും അവർക്ക് അറിവ് കിട്ടുന്നു. പക്ഷെ ആ പൂച്ചയെ അവർക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതിലും അത്ഭുതപ്പെടുത്തുന്ന CCTV ദൃശ്യമായിരുന്നു ഡിറ്റക്റ്റീവ് എസ്തേവ് കാണിച്ചത്. ആ CCTV ദൃശ്യത്തിൽ അവർ സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഹോട്ടലിൽ തന്നെ വളരെ സംശയാസ്പദമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയാണ്. അത് മറ്റൊരു നായയൊന്നുമല്ല, നമ്മുടെ ടോഡ് എപ്പോഴും കണ്ടിരുന്ന അതേ നായ തന്നെയാണ്. പിന്നെ കാറിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ഡെറിക്കിനെയും ടോഡിനെയും കാണിക്കുന്നു. വളരെ വേഗത്തിൽ ഓവർടേക്ക് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചാണ് ഡെറിക്ക് ഡ്രൈവ് ചെയ്യുന്നത്. പലപ്പോഴായി വണ്ടി ഇടിക്കാൻ പോലും പോകുന്നുണ്ട്. എന്നിട്ടും വളരെ കൂളായിട്ടാണ് ഡെറിക്ക് നിൽക്കുന്നത്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡെറിക്കിന്റേത്. ഇതേ സമയം ടോഡ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഡോറിയനെ അറിയാമെന്ന്. അത് രാവിലെ പരിചയപ്പെട്ടതാണെന്ന് വളരെ നിസ്സാരമായിട്ട് ഡെറിക്ക് പറയുന്നു. അതുകൂടാതെ ഈ ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ടോഡ് ഇതേ സമയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡെറിക്ക് പറയുകയാണ്, അത് വേറൊന്നുമല്ല, സാധാരണ ഡിറ്റക്റ്റീവ്സിന്റെ പോലെയല്ല ഞാൻ കേസ് അന്വേഷിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഒരു കേസിലെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് തന്നെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതെല്ലാം തന്നെ കണ്ടുപിടിക്കുക എന്നതാണ് എന്റെ ദൗത്യം. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഒരു ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ആണെന്ന് വിശേഷിപ്പിച്ചത്. ഇതേ സമയം തന്നെ വളരെ വേഗത്തിൽ പോകുന്ന അവരുടെ കാറ് ഗോർഡൻ റിമ്മർ എന്ന് പേരുള്ള ഒരു വ്യക്തിയെ ഇടിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ഡെറിക്ക് കാറ് വെട്ടിച്ചു മാറ്റുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ആ വ്യക്തിയെ ഒന്ന് ഓർത്തു വെക്കുക. വരുന്ന എപ്പിസോഡുകളിൽ പല സ്ഥലങ്ങളിലും അയാൾ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാർട്ടിന്റെ കൂടെ കാറിൽ പോകുന്ന കെന്നിനെയാണ്. ബാർട്ട് അവനെയും കൂടെ കൂട്ടിയിരിക്കുകയാണ്. കൈ കെട്ടി ഭീഷണിപ്പെടുത്തിയാണ് അവനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഒരു കട എത്തി കഴിയുമ്പോൾ ബാർട്ട് പെട്ടെന്ന് വണ്ടി നിർത്തി കടയിൽ കയറുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കടയിലുള്ള ആളെ ആരോ കൊന്നിരിക്കുന്നതാണ്. അതൊന്നും തനിക്കൊരു വിഷയമേ അല്ല എന്ന രീതിയിൽ തനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബാർട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരാൾ അവളുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ വളരെ കൂളായിട്ടാണ് അതൊക്കെ പിടിച്ചു വാങ്ങി തിരിച്ച് അവനെ തന്നെ ഷൂട്ട് ചെയ്ത് ബാർട്ട് കൊല്ലുന്നത്. സാധാരണ ആളുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പതുങ്ങിയൊക്കെയാണ് തോക്ക് പിടിച്ചു വാങ്ങുന്നത്. എന്നാൽ എന്തോ ഒരു ഭക്ഷണ സാധനം എടുത്ത് കഴിക്കുന്നത് പോലെ വളരെ കൂളായിട്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ബാർട്ട് തോക്ക് പിടിച്ചു വാങ്ങി അവനെ തന്നെ കൊല്ലുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി പോകുന്ന സമയത്തും ഫോളോ ചെയ്ത് ഒരു വ്യക്തി വന്ന് ബാർട്ടിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തിരിഞ്ഞു പോലും നോക്കാതെയാണ് ബാർട്ട് ആ വ്യക്തിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഇതേ സമയം തന്നെ കെൻ അവളോട് ചോദിക്കുന്നുണ്ട്, വളരെ കൂസലായിട്ട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആളുകളെ കൊല്ലുവാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ ബാർട്ട് പറയുന്നുണ്ട്,
താൻ ഒരു ഹോളിസ്റ്റിക് അസാസിൻ ആണെന്ന്. അതായത് ദിവസവും ഇങ്ങനെ ആളുകളെ കൊല്ലുന്നതാണ് തന്റെ ഡ്യൂട്ടി. ആരെയാണ് കൊല്ലേണ്ടതെന്ന് തന്റെ മനസ്സ് തന്നെ തന്നോട് പറയും. എക്സ്പ്ലനേഷന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഞാൻ അല്പം ഷോർട്ട് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ 53 മിനിറ്റോളം വരുന്ന ഒരു എപ്പിസോഡിന് 50 മിനിറ്റോളം വരുന്ന എക്സ്പ്ലനേഷൻ ആയിരിക്കും പുറത്തു വരുന്നത്. എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ഒരുപാട് നാളായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങനെ ഷോർട്ട് ആക്കാനൊന്നും പറ്റുന്നില്ല. അതിനുശേഷം ബാർട്ട് പ്രത്യേകം പറയുന്നുണ്ട്, ദിനംപ്രതി ഞാൻ ഒരുപാട് ആളുകളെ കൊല്ലാറുണ്ട്, പക്ഷെ ഒരിക്കലും റോങ് ആയിട്ടുള്ള ഒരാളെ പോലും ഞാൻ കൊന്നിട്ടില്ല. ആ പറഞ്ഞത് 100% ശരിയാണെന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം ടോഡ് തന്റെ സഹോദരിയുടെ വീട്ടിലെത്തുന്നതായി കാണിക്കുന്നു. ഡെറിക്കിനോട് കാറിലിരിക്കാനാണ് പറഞ്ഞത്, എന്നാൽ ഡെറിക്കും കൂടെ വരുന്നു. ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞാണ് ഡെറിക്കിനെ സഹോദരിക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം ടോഡ് സഹോദരിയെ പാത്രം കഴുകാൻ സഹായിക്കുന്നു. ഡെറിക് ആകട്ടെ ടിവിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് പറയുന്നത് ഏതോ ഒരു വിചിത്ര ജീവിയുടെ ആക്രമണം മൂലമാണ് പാട്രിക് സ്പ്രിങ്ങും മറ്റുള്ളവരും മരിച്ചതെന്നാണ്. അത് ഏത് ജീവിയാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതുകൂടാതെ പാട്രിക് സ്പ്രിങ്ങിന്റെ മകൾ ലിദിയ സ്പ്രിങ് മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു. ടോഡ് ഇതേ സമയം അമാൻഡയ്ക്ക് വേണ്ടി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അമാൻഡയോട് പറയുകയാണ്, നിനക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? അപ്പോൾ അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമല്ലോ. അല്ല, എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഡാഡിന്റെയും മോമിന്റെയും കൂടെ പോയി നിന്നൂടെ? അപ്പോൾ താൻ ആർക്കും ഒരു ഭാരമാകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അമാൻഡയും പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഡെറിക് അവളുടെ അസുഖം എന്താണെന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ അമാൻഡ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ശരിക്കും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു രോഗമാണ്. ഒരു ഉദാഹരണമായിട്ട് മുങ്ങി താഴുന്നത് പോലെ എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ശ്വാസം മുട്ടും. അവസാനം അവൾ പറയുകയാണ്, പ്രോപ്പറായിട്ട് മെഡിസിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഭേദമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ടോഡിന് ഈ അസുഖം ഉണ്ടായതാണല്ലോ. അവന് ഈ അസുഖം ഭേദമായതുപോലെ തന്നെ എനിക്കും ഈ അസുഖം ഭേദമാകും. ഇത് കേട്ട് ഡെറിക് പറയുകയാണ്, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അല്ല, ഈ അസുഖം നിന്റെ ഉള്ളിലല്ലേ, പിന്നെ നിനക്ക് പുറത്തു പോയാൽ എന്താണ്? അതിന് അമാൻഡയ്ക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയില്ല. അതിനുശേഷം അമാൻഡ അവിടുന്ന് പോയി കഴിയുമ്പോൾ ടോഡ് ഡെറിക്കിനോട് ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ ശരിക്കും ഒരു പ്രാന്തനാണ്. അനാവശ്യമായിട്ട് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഒന്നും നീ ഇടപെടാൻ നിൽക്കണ്ട. എന്നാൽ ടോഡ് എത്രയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടും ഡെറിക്കിന് അത് ഏൽക്കുക പോലും ചെയ്യുന്നില്ല. ഡെറിക് പറയുകയാണ്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൂടാതെ എന്റെ അസിസ്റ്റന്റ് കൂടിയാണ്, അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പുറത്ത് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേണലും സർജന്റും. ഈ കേണൽ നല്ലൊരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. കാരണം കേണൽ പറയുകയാണ്, നമ്മൾ ആരെയും കൊല്ലുവാനല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ദൗത്യം എന്നത് നമുക്ക് കിട്ടിയ ടാർഗറ്റിനെ നിരീക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നതൊക്കെയാണ്. ഇത്രയൊക്കെ കേട്ടിട്ടും മണ്ടനായിട്ടുള്ള ആ സർജന്റ് അവസാനം പറയുന്നത് ഷൂട്ട് ചെയ്യാനുള്ള നല്ലൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ കേണലിന്റെ കയ്യിൽ നിന്ന് അവന് നല്ല അടി കിട്ടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഡ്രംസ് വായിക്കുന്ന അമാൻഡയുടെ കൂടെ നിന്ന് ഗിറ്റാർ വായിക്കുന്ന ടോഡിനെയാണ്. അതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ഡെറിക്. അവൻ ഇതേ സമയം താനും ടോഡിന്റെ കൂടെ ഗിറ്റാർ വായിക്കുന്നത് പോലെ തോന്നുന്നു. പെട്ടെന്നാണ് അമാൻഡയ്ക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രം സ്റ്റിക്ക് മാറി അതൊരു കത്തിയായി തോന്നുന്നതും ചോര വരുന്നത് പോലെ തോന്നുന്നതും. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരുപാട് ആകുലതയോടെ ടോഡും ഡെറിക്കും അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ ഡെറിക്കിനോട് ദേഷ്യത്തോടെ അവിടെ നിന്ന് മാറി നിൽക്കാനാണ് ടോഡ് പറയുന്നത്. അപ്പോൾ മാത്രമാണ് ഡെറിക്ക് ഒന്ന് സാഡ് ആകുന്നത്. അതുവരെ ചിരിച്ചു കളിച്ചിരുന്നവന്റെ മുഖം ഒന്ന് സാഡ് ആയിട്ട് കണ്ടത് അപ്പോഴാണ്. അതിനുശേഷം സഹോദരിക്ക് ക്യാഷ് കൊടുത്ത് യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്ന വഴിക്ക് ടോഡ് ഒരു കാര്യം പറയുന്നുണ്ട്. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അവസാനം $300 അമാൻഡയ്ക്ക് കൊടുത്തത്. ഇപ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ല. അവന് ഈ അസുഖം വന്ന സമയത്ത് അവന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവന്റെ പാരന്റ്സ് ആയിരുന്നു. കാരണം ആ സമയത്ത് അവന്റെ പാരന്റ്സിന്റെ അടുത്ത് അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ പക്കൽ അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ല എന്നും തനിക്ക് മാത്രമേ അവളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ടോഡ് പറയുന്നു. ഡെറിക് അപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ പറയുന്നുണ്ട്, നിന്റെ അസുഖം ഭേദമായില്ലേ, അതേപോലെ തന്നെ അവളുടെ അസുഖവും ഭേദമായിക്കൊള്ളും. എന്നാൽ അത് ഇഷ്ടപ്പെടാതെ ടോപ്പിക്ക് മാറ്റാനാണ് ടോഡ് പറയുന്നത്. ഇതൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന്. അതിനുശേഷം അവരെ ഫോളോ ചെയ്യുന്നവരെ നോക്കുമ്പോഴാണ് കാണുന്നത് 3 പേരാണ് അവരെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരു കാറിൽ മിലിറ്ററിയിലെ 2 പേരും, മറ്റൊരു കാറിൽ ഡിറ്റക്റ്റീവ്സ് 2 പേരും. അതുകൂടാതെ ഒരു വാനിൽ ഒരു സംഘം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ വാനിൽ റൗഡി 3 എന്നൊക്കെ സ്പ്രേ പെയിന്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. റൗഡി 3 എന്നത് തന്നെയാണ് അവരുടെ ഗ്യാങ്ങിന്റെ പേരും. വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഫാറയെ കാണിക്കുന്നു.
പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് സാധിക്കുന്നില്ല. മുറിയിലെത്തുന്നത് വരെയും ഡെറിക്കിനെ പറഞ്ഞു വിടാൻ ടോഡ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. മുറിയുടെ അകത്ത് കയറി കഴിയുമ്പോൾ ടോഡ് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച ഡെറിക്കിന്റെ ടോയ് അവിടെ കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടോയ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടോയിന് നിങ്ങൾ ഓർത്തു വെക്കണം. അത് കണ്ട ഉടനെ തന്നെ എന്റെ ടോയ് എന്ന് പറഞ്ഞ് ഡെറിക്ക് അത് എടുത്തു വെക്കുന്നുണ്ട്. ടോഡാകട്ടെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? ഡെറിക്ക് പറയുന്നു, ഈ ഒരു കേസിൽ നീ എന്നെ സഹായിക്കണം. പാട്രിക് സ്പ്രിങ്ങിന്റെ കൊലപാതക കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. പാട്രിക് സ്പ്രിങ് തന്നെയാണ് മരിക്കുന്നതിന് മുമ്പേ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചത്. ടോഡിന് അത് കേട്ട് ശരിക്കും അതിശയമാകുന്നുണ്ട്. കാരണം പാട്രിക് സ്പ്രിങ് അവന്റെ മരണം മുൻകൂട്ടി കണ്ടിരിക്കുന്നു. ഏകദേശം 6 ആഴ്ചകൾക്ക് മുമ്പ് വളരെ ഒരു വലിയ തുക നൽകിക്കൊണ്ടാണ് ഈ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചതെന്നും ഡെർക്ക് പറയുന്നുണ്ട്. ടോഡ് പറയുകയാണ്, അതിനെന്തിനാണ് എന്നെ നിന്റെ കൂടെ കൂട്ടിയിരിക്കുന്നത്? അത് കേട്ട് ഡെർക്ക് പറയുകയാണ്, കാരണം നിന്റെ മാസ്റ്റർ കീ ഉപയോഗിച്ചാണ് അവർ അകത്ത് കയറിയിരിക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചാലും നിനക്കതിന് സാധിക്കില്ല. കാരണം ഈ കേസിൽ നീ പരമപ്രധാനമാണ്. അവസാനം വേറെ നിവൃത്തിയില്ലാതെ ടോഡ് എല്ലാത്തിനും സമ്മതിക്കുന്നു. ഡെറിക്കിന്റെ അസിസ്റ്റന്റ് ആകാൻ തയ്യാറാകുന്നു. പക്ഷെ അവസാനം ടോഡ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആരാണ് തനിക്ക് കാശ് തരുന്നതെന്ന്. ഡെറിക്ക് അത് കേട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് കാശ് തരാൻ പോകുന്നില്ല. പക്ഷെ ഈ ഒരു കേസിൽ നീ ഉൾപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു റിവാർഡ് നിനക്ക് കിട്ടും. അത് എങ്ങനെയായിരിക്കുമെന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കില്ല. ടോഡിനാകട്ടെ ഇതെല്ലാം കേട്ടിട്ട് അവൻ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും അവിടെ എത്തിയ വാനിനെ ഡിറ്റക്റ്റീവ്സും മിലിറ്ററിയും കാണുന്നുണ്ട്. ഡിറ്റക്റ്റീവ്സിന് അവർ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ കേണലിന് അവർ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അവരും ബ്ലാക്ക് വിങ്ങിന്റെ ഒരു ഭാഗമായിരുന്നു എന്നാണ്. പ്രൊജക്ട് ഇൻക്യുബസ് എന്നൊരു പേരിലാണ് കേണൽ അവരെ വിളിക്കുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഈ ബ്ലാക്ക് വിങ് എന്താണെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാം. ഈ ബ്ലാക്ക് വിങ് എന്നത് ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു CIA ഡിവിഷൻ ആയിരുന്നു. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളവരെ കണ്ടുപിടിക്കുക, അവരെ പഠന വിധേയമാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഡെറിക്കും ബ്ലാക്ക് വിങ്ങിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് കേണലും സർജന്റും അവനെ നിരീക്ഷിക്കുന്നത്. അപ്പോഴേക്കും റൗഡി 3ന്റെ വാൻ നശിഞ്ഞു പോയ ടോഡിന്റെ കാറിൽ വന്ന് ഇടിച്ചിരുന്നു. ആ ശബ്ദം കേട്ട് ഡെറിക്ക് നോക്കുമ്പോൾ അവരെ കണ്ട് ഡെറിക്ക് പേടിച്ചോടുന്നതായി കാണിക്കുന്നു. ടോഡ് അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് റൗഡി 3 ആണെന്ന് ഡെർക്ക് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഒളിക്കാൻ ശ്രമിക്കുന്നു. വളരെ പേടിച്ചാണ് അവൻ അവരെ കണ്ട് ഒളിക്കാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടാലേ അറിയാം. പേര് റൗഡി 3 ആണെങ്കിലും അവരുടെ ഗ്രൂപ്പിൽ 4 പേരുണ്ട്. അവർ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം അടിച്ച് തകർത്ത് ഡെർക്കിനെ ലക്ഷ്യം വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് ഡോറിയനും അങ്ങോട്ട് വരുന്നു. സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് പേടിച്ച് ടോഡ് ഡെറിക്കിനെ അവിടുന്ന് പുറത്തിറക്കാൻ ശ്രമിക്കുന്നു. കാരണം ഡെറിക്കിനെ തേടിയാണല്ലോ അവർ അങ്ങോട്ട് വരുന്നത്. ഡെറിക്കിനെ പറഞ്ഞു വിട്ടാൽ തനിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ടോഡ് കരുതുന്നത്. എന്നാൽ അപ്പോഴേക്കും റൗഡി 3 അവിടെ എത്തിയിരുന്നു. ഉടനെ തന്നെ ഡെറിക്കിനെ അകത്ത് കയറ്റി ടോഡ് വാതിലടച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അതെല്ലാം തകർത്ത് റൗഡി 3 അകത്ത് കയറി കടൽ കണ്ടതെല്ലാം അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ടോഡാകട്ടെ തന്റെ ഗിറ്റാറിനൊന്നും സംഭവിക്കാതിരിക്കാൻ അതിനെ മുറുകെ പിടിച്ച് പേടിച്ചൊരു മൂലയിൽ പോയി ഇരിക്കുന്നു. ഈ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഫാറ മുകളിൽ ഹെൽപ്പ് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ അവളുടെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല. റൗഡി 3 ആകട്ടെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചതിന് ശേഷം 4 പേരും ഒരുമിച്ച് നിന്ന് ഡെറിക്കിന്റെ എനർജി വലിച്ചെടുത്ത് കുടിക്കുന്നു. പക്ഷേ ശരീരത്തിന് അവർ ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല എന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് നമ്മുടെ ടോഡ്. അതിനുശേഷം ഡെറിക്കിന്റെ ടോയും എടുത്തുകൊണ്ടാണ് റൗഡി 3 അവിടുന്ന് പോകുന്നത്. അവർ പോയി കഴിയുമ്പോൾ ഒരു പ്രശ്നവും സംഭവിക്കാത്തവനെ പോലെ ഡെറിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. വളരെ പേടിച്ച് ടോഡാകട്ടെ ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നതെന്ന് ചോദിക്കുന്നു. ഡെറിക്ക് പറയുകയാണ് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോഴേക്കും എവിടെ എന്റെ റെന്റ് എന്ന് ചോദിച്ചുകൊണ്ട് തോക്കുമായി ഡോറിയൻ അകത്തേക്ക് കയറുന്നു. ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ട് വളരെ ദേഷ്യത്തോടെയായിരുന്നു ഡോറിയൻ അങ്ങോട്ട് കയറി വന്നത്. ടോഡ് ഡോറിയന് കൊടുക്കാനുണ്ടായിരുന്നത് ആ മുറിയുടെ റെന്റ് തന്നെയായിരുന്നു. തന്റെ മുറിയൊക്കെ ആ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഡോറിയന് ടോഡിനോട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ടോഡിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന്റെ വക്കിലാണ് ഡോറിയൻ ഇപ്പോൾ. അപ്പോഴേക്കും ഓവന്റെ ആണെന്ന് തോന്നുന്നു ഒരു ശബ്ദം കേട്ട് ഡോറിയൻ ഉടനെ തന്നെ ആ ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ പല ഭാഗങ്ങളിൽ തട്ടി ബുള്ളറ്റ് അവന്റെ നെറ്റിയിൽ തന്നെ തറച്ചു കയറി ഡോറിയൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോവുകയാണ്. ഗൺ ഷോട്ടിന്റെ സൗണ്ട് കേട്ട ഉടനെ തന്നെ മിലിറ്ററിയും അവിടെ എവിടെയോ FBI ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവരും
ഡിറ്റക്റ്റീവ്സും ഉടനെ തന്നെ ആ ഫ്ലാറ്റിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നാൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട അവര് 3 പേരും ഒരുമിച്ച് മീറ്റ് ചെയ്തപ്പോൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്, തോക്ക് താഴെ ഇടാൻ പറഞ്ഞുകൊണ്ട്. ടോഡിനാകട്ടെ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇത്രയും നേരം അടക്കി വെച്ചിരുന്ന തന്റെ എല്ലാ ദേഷ്യവും പുറത്തെടുക്കേണ്ടി വരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഗിറ്റാർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മതിലിൽ ശക്തമായി അടിക്കുകയും തകർക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് പോലീസ് എല്ലാ സ്ഥലങ്ങളും ചെക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. തൊട്ടു മുകളിലത്തെ നിലയിലുള്ള ഫാറയാകട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം അതെല്ലാം തകർത്ത് പുറത്ത് കടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധവും പോയിരുന്നു. പോലീസ് സ്റ്റേഷനിലുള്ള ടോഡ് തന്റെ എല്ലാ ഫ്രസ്ട്രേഷനും ടേബിളിൽ അടിച്ചുകൊണ്ട് തീർക്കുന്നുണ്ട്. പക്ഷെ പോലീസ് അവനെ വെറുതെ വിടുന്നു. അന്വേഷണത്തിൽ നിന്ന് അത് അവന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൂടാതെ സർവൈലൻസ് ക്യാമറയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും സംശയത്തിന്റെ നിഴലിൽ അവനോട് സിറ്റി വിട്ടു പോകരുതെന്ന് വീണ്ടും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ടോഡ് വർക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെ മാനേജറിനെയാണ്. ആ ടാറ്റു അടിച്ചു നടക്കുന്ന ഗ്യാങ്ങിലെ 2 പേർ വന്ന് മാനേജറിനെ കൊല്ലുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രത്യേകതരം ഗൺ ഉപയോഗിച്ച് ആദ്യം ഷൂട്ട് ചെയ്ത് അതിലൂടെ എർത്ത് കടത്തി വിട്ടാണ് മാനേജറിനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് മാനേജറിനോട് അവർ ഒരു കാര്യം ചോദിച്ചിരുന്നു. പെന്റ് ഹൗസിൽ വെച്ച് ഒരു പൂച്ചക്കുട്ടിയെ കിട്ടിയോ എന്ന്. ആ പൂച്ചക്കുട്ടിക്കും ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ആ പൂച്ചക്കുട്ടിയെ ഒന്ന് നോട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞത്. എന്നാൽ ആ മാനേജർ ആ പൂച്ചക്കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ ആ മാനേജറിനെ അവർ തീർക്കുകയും ചെയ്തു. ഇവരുടെ യഥാർത്ഥ ഗ്യാങ് എന്താണെന്നും ഇവർ ആരാണെന്നും കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ഗ്യാങ്ങിന് ഒരു പേരിടാം. ഇപ്പോൾ ആ ടാറ്റു അടിച്ച ഗ്യാങ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ടോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാകട്ടെ മിസ്സിംഗ് ആയിട്ടുള്ള ലിദിയ സ്പ്രിങ്ങിന്റെ നോട്ടീസ് ഒക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് ഡെറിക്കും വന്നിരുന്നു. എന്നാൽ ഡെറിക്കിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ടോഡിന് ശരിക്കും ദേഷ്യമാവുന്നുണ്ട്. ടോഡ് പറയുകയാണ്, നീ എന്റെ മുമ്പിൽ നിന്ന് പോയി തരുമോ? ഇന്ന് എന്റെ കൺമുമ്പിൽ വെച്ച് ഒരാൾ മരിച്ചിരിക്കുന്നു. എന്നിട്ടും അതൊന്നും നിനക്കൊരു വിഷയമേ അല്ല. നിനക്കറിയാമോ എന്തുകൊണ്ടാണ് ഡോറിയൻ എന്റെ അടുത്ത് നിന്ന് കാശ് ചോദിക്കാൻ വേണ്ടി വന്നതെന്ന്? ശരിയാണ്, ഞാൻ അവന് റെന്റ് കൊടുത്തു. അത് ഞാൻ ക്യാഷ് ആയിട്ടായിരുന്നു കൊടുത്തത്. പക്ഷെ ആ ഒരു ദിവസം തന്നെ ഞാൻ അത് പോയി അവൻ കാണാതെ മോഷ്ടിച്ചിരുന്നു. അവൻ അത് അറിയില്ല, അവനൊരു മണ്ടനായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അവൻ അത് ശ്രദ്ധിച്ചിരുന്നു. ആ കാശ് മേടിക്കാൻ വേണ്ടി വന്ന് സ്വന്തം ബുള്ളറ്റ് കൊണ്ട് തന്നെ അവൻ മരിക്കുന്നു. എനിക്കിപ്പോൾ വീട് പോലും ഇല്ല. എല്ലാത്തിനും പുറമെ ഞാനിപ്പോൾ പല കേസുകൾക്കും സസ്പെക്റ്റുമാണ്. ഇതൊക്കെ കേട്ടിട്ടും ഡെറിക്കിന് ഒരു കൂസലില്ല എന്നതാണ് വാസ്തവം. അവൻ ഇപ്പോഴും പറയുന്നത് നമുക്കൊരു കേസ് തെളിയിക്കാനുണ്ട്, മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാനുണ്ട്. അതും കൂടി കേട്ട് കഴിയുമ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ ശബ്ദം ഉയർത്തി ടോഡ് പറയുകയാണ്, ഹേ മനുഷ്യ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ നിന്റെ അസിസ്റ്റന്റുമല്ല, ആരുമല്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴേ ഉണ്ട്, എന്നെ ഒന്ന് വിട്ടുപോകും. എന്നാൽ അവനെ ശാന്തനാക്കിക്കൊണ്ട് ഡെറിക്ക് പറയുകയാണ്, ഇതേപോലെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള മൂമെന്റ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അവിടെയെല്ലാം നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. നീ നിന്റെ ലൈഫിന്റെ കൺട്രോൾ ഏറ്റെടുക്കണം. പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും നീ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. അതിനെ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. എന്നാൽ അതുപോലും കേൾക്കാൻ തയ്യാറാകാതെ ദേഷ്യത്തോടെ ടോഡ് അവിടുന്ന് പോകുന്നു. പിന്നീട് ടോഡ് ബസ്സിൽ കയറി പോകുന്ന സമയത്ത് അമാൻഡയുടെ കോള് വരുന്നതായി കാണിക്കുന്നു. എന്നാൽ അവൻ അത് അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയം തന്നെ ബസ്സിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ നായയെ വീണ്ടും കാണുന്നുണ്ട്. ഉടനെ തന്നെ അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ നായയെ പിടിച്ച് അതിന്റെ യജമാന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ആ നായയുടെ യജമാനൻ ആരാണെന്ന് അറിയണ്ടേ? എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ഡെറിക്കുമായിട്ട് ടോഡ് ചീറിപ്പഞ്ഞ് അവന്റെ സഹോദരിയുടെ അടുത്തേക്ക് പോയില്ലേ? അപ്പോ അവരുടെ വണ്ടി ഒരു വ്യക്തിയെ ഇടിക്കാൻ പോയിരുന്നില്ലേ? അയാളുടെ പേര് ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു, ഗോർഡൻ റിമ്മർ എന്ന്. അയാളെ ഓർത്തു വെക്കാനും ഞാൻ പറഞ്ഞിരുന്നു. അയാളുടെ നായ തന്നെയായിരുന്നു അത്. നായയുടെ കഴുത്തിലുണ്ടായിരുന്ന ടാഗിലെ അഡ്രസ്സ് വെച്ചിട്ടാണ് ടോഡ് അത് മനസ്സിലാക്കിയത്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ടോഡ് മറ്റൊരു കാര്യം കാണുന്നത്. ഗോർഡൻ റിമ്മറിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പ്രത്യേക രീതിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള ലിദിയ സ്പ്രിങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യരെ പോലെയല്ല ലിദിയ സ്പ്രിങ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഗോർഡൻ റിമ്മർ ലിദിയ സ്പ്രിങ്ങിനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ഷോക്കായവനെ പോലെ മാത്രമേ ടോഡ് നിൽക്കുന്നുള്ളൂ. നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല. ലിദിയ സ്പ്രിങ്ങിന്റെ മിസ്സിംഗ് ന്യൂസിനെ പറ്റിയൊക്കെ പല സ്ഥലങ്ങളിൽ അവൻ കണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവൻ അവിടെ പ്രതികരിക്കാതെ നിന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. അതിനുശേഷം ടോഡ് അവിടുന്ന് പോകുന്നു. ശേഷം അമാൻഡയുടെ ഫോട്ടോയെ തന്നെ നോക്കി നിൽക്കുന്ന റൗഡി 3-ലെ ഒരാളെ കാണിക്കുന്നു. ടോഡിന്റെ വീട് തകർത്തപ്പോഴാണ് അവിടെ നിന്ന് റൗഡി 3-ലെ അയാൾ ആ ഫോട്ടോ എടുത്തത്. അധികമായിട്ട് എനർജി ഉള്ളവരിൽ നിന്ന് എനർജി ആഗിരണം ചെയ്ത് അതെല്ലാം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് ഇവർ.
ഒരു പ്രത്യേക തരം വാമ്പയറുകളെ പോലെയാണ് ഇവർ. പക്ഷെ ആരുടെയും ചോര കുടിക്കാറില്ല. അതിനു പകരമായിട്ട് അവരുടെ എനർജിയാണ് ഭക്ഷിക്കുന്നത്. അവർക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ. ഡിർക്കിന്റെ ആ ഒരു ടോയും അയാളുടെ കയ്യിൽ ഇപ്പോൾ കാണാം. അതിനുശേഷമാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം നമ്മൾ കാണുന്നത്. ഡിർക്ക് തന്റെ മുറിയിലേക്ക് വന്ന് അവന്റെ ബാഗ് തുറക്കുന്ന സമയത്ത് ഒരു മുഖംമൂടി കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു പൂച്ചക്കുട്ടിയും അവന്റെ കരങ്ങളിലുണ്ട്. അന്ന് പാട്രിക് സ്പ്രിങ് മരിച്ച സമയത്ത് ടോഡിന്റെ മാസ്റ്റർ കീ ഉപയോഗിച്ച് ആ മുറിയിലേക്ക് ഒരാൾ കയറിയിരുന്ന CCTV നമ്മൾ കണ്ടിരുന്നില്ലേ? ആ ഒരു മുഖംമൂടി തന്നെയാണ് ഡിർക്കിന്റെ അടുത്ത് ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് അന്ന് ആ മുറിയിൽ കയറിയത് വേറെ ആരുമല്ല, ഡിർക്ക് തന്നെയാണെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന എപ്പിസോഡുകൾ നമുക്ക് മനസ്സിലാകും. ടോഡാകട്ടെ ഇതേ സമയം റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കടയ്ക്കുള്ളിൽ TV വെച്ചിരിക്കുന്നത് കാണുന്നു. അതിൽ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഒരു മോട്ടിവേഷൻ പോലെ കുറെ വാക്കുകളും അതിന്റെ കൂടെ പറയുന്നുണ്ട്. എല്ലാം ഒരു പുതിയ തുടക്കമാണ്, ഒന്നും കൈവിട്ടു പോയിട്ടില്ല. ജീവിതത്തിലെ ചെറിയ തീരുമാനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാം. വൈകിട്ടില്ല, എല്ലാം നേരെയാക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോഴേക്കും ഒരു കാറ്റ് വന്ന് ലിദിയ സ്പ്രിങ്ങിന്റെ മിസ്സിംഗ് ആയിട്ടുള്ള നോട്ടീസും ടോഡിന്റെ അടുത്തേക്ക് പറന്നു വരുന്നു. ഈ മോട്ടിവേഷൻ വേർഡ്സ് എല്ലാം പറയുന്നത് ടിക്കറ്റ് നറുക്കെടുപ്പിനെ കുറിച്ച് പറയുന്ന സ്ത്രീ തന്നെയാണ്. അതിനുശേഷം വിന്നർ ആയിട്ടുള്ള ടിക്കറ്റിന്റെ നമ്പറും പ്രഖ്യാപിക്കുന്നു. നോക്കുമ്പോഴാണ് ടോഡിന്റെ കയ്യിലുള്ള അതേ ടിക്കറ്റ് നമ്പറിനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് മനസ്സിലാക്കി അന്തം വിട്ടു നിൽക്കുന്ന ടോഡിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഏറെ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ ഒരുപാട് കുറവായിരിക്കും. മാക്സിമം ഷെയർ ചെയ്യാനും നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.